IPL ചെന്നൈ സൂപ്പർ കിങ്സിനെ 6 റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. രാജസ്ഥാന്റെ തട്ടകമായ ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ചെന്നൈ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ചെന്നൈ ഇന്നിംഗ്സ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസിൽ അവസാനിക്കുകയായിരുന്നു. മത്സരത്തിൽ ഒരു തകർപ്പൻ റെക്കോർഡ് കൈവരിക്കാനും സഞ്ജുവിന് സാധിച്ചു. T20യിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിൽ MS ധോണിയെ മറികടക്കാനാണ് സഞ്ജുവിന് സാധിച്ചിരിക്കുന്നത്. 342 സിക്സുകളാണ് സഞ്ജു കുട്ടി ക്രിക്കറ്റിൽ അടിച്ചെടുത്തിട്ടുള്ളത്. 341 സിക്സുകൾ നേടിയ ധോണിയെയാണ് സഞ്ജു മറികടന്നത്. ഈ പട്ടികയിൽ നിലവിൽ 4ാം സ്ഥാനത്താണ് സഞ്ജു ഉള്ളത്. 347 സിക്സുകൾ നേടിയ സൂര്യകുമാർ യാദവ് ആണ് 3ാം സ്ഥാനത്തുള്ളത്. 420 സിക്സുകളുമായി വിരാട് കോഹ്ലി 2ാം സ്ഥാനത്തുമാണുള്ളത്. 525 സിക്സുകൾ നേടിയ രോഹിത് ശർമ്മ 1ാം സ്ഥാനത്തും. ചെന്നൈക്കെതിരെ മത്സരത്തിൽ 16 പന്തിൽ 20 റൺസാണ് സഞ്ജു നേടിയത്. ഓരോ വീതം 4കളും 6കളുമാണ് സഞ്ജു നേടിയിട്ടുള്ളത്. മത്സരത്തിൽ രാജസ്ഥാന് വേണ്ടി നിതീഷ് റാണ അർദ്ധ സെഞ്ചുറി നേടി മിന്നും പ്രകടനമാണ് നടത്തിയത്. 36 പന്തിൽ 81 റൺസ് നേടിയായിരുന്നു റാണയുടെ വെടിക്കെട്ട്. 10 4കളും 5 6കളുമാണ് താരം നേടിയത്. ക്യാപ്റ്റൻ റിയാൻ പരാഗ് 28 പന്തിൽ 37 റൺസ് നേടി നിർണായകമായി. 2 വീതം 4കളും 6കളുമാണ് പരാഗ് നേടിയത്. രാജസ്ഥാൻ ബൗളിംഗിൽ വാനിന്ദു ഹസരംഗ 4 വിക്കറ്റുകൾ നേടി തകർപ്പൻ പ്രകടനമാണ് നടത്തിയത്. ജോഫ്ര ആർച്ചർ, സന്ദീപ് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റും സ്വന്തമാക്കി. ചെന്നൈക്കായി 63 റൺസ് നേടി ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും 32 റൺസ് നേടിയ രവീന്ദ്ര ജഡേജയും ബാറ്റിംഗിൽ തിളങ്ങി. 7 4ഉം 1 6ഉം അടങ്ങുന്നതായിരുന്നു ഗെയ്ക്വാദിന്റെ ഇന്നിംഗ്സ്. ചെന്നൈ ബൗളിംഗിൽ ഖലീൽ അഹമ്മദ്, നൂർ അഹമ്മദ്, മദീഷ പതിരാണ എന്നിവർ 2 വീതം വിക്കറ്റുകളും R അശ്വിൻ, രവീന്ദ്ര ജഡേജ എന്നിവർ ഓരോ വിക്കറ്റും സ്വന്തമാക്കി. ഏപ്രിൽ 5-ന് പഞ്ചാബ് കിങ്സിനെതിരെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരം. പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത്.